ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കപ്പ വേവിച്ച് വറവിട്ടതും നല്ല ചെറിയ മത്തി കുടംപുളി പിഴിഞ്ഞൊഴിച്ച് മുളകിട്ടതും ഉണ്ടാക്കാം. ആദ്യമായി നമുക്ക് കുക്കറിൽ നമ്മൾ റെഡിയാക്കി വെച്ച കപ്പ വേവിക്കാം. അതിനായി കുക്കറിൽ കപ്പ ഇട്ട് അതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ ഉപ്പുപൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 കപ്പ് വെള്ളം എന്നിവയൊഴിച്ച് കുക്കർ അടച്ച് ഒരു 3 വിസിൽ വരുന്നത് വരെ നമുക്കതിനെ വേവിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ കുക്കറിൻ്റെ വാഷർ മാറ്റി ഇതുപോലെ അടച്ച് അതിലുള്ള വെള്ളം നമുക്ക് ഡ്രെയിൻ ചെയ്ത് കളയാം. ഈ സമയം നമുക്ക് മീൻ കറി തയ്യാറാക്കാം. അതിനായി ഒരു മൺചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് 1/4 ടീസ്പൂൺ കടുക് പൊട്ടിച്ച് 1/4 ടീസ്പൂൺ ഉലുവ പൊട്ടിക്കുക. അത് നന്നായി പൊട്ടിയതിന് ശേഷം കരിവേപ്പില ഇട്ട് അതിലേക്ക് ഒരു ചെറിയ ഉള്ളി ഒരു 8 എണ്ണമൊക്കെ ചെറുതായി മുറിച്ച് അതും കൂടി വഴറ്റിയെടുക്കുക. ഒരു 4 പച്ചമുളക് ചെറുതായി മുറിച്ചത് വഴറ്റിയെടുക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1/2 ടീസ്പൂൺ നന്നായി വഴറ്റുക. ഒരു ചെറിയ തക്കാളി അതും ചെറുതായി മുറിച്ച് നമുക്ക് വഴറ്റിയെടുക്കാം. 2 ടീസ്പൂൺ മുളക് പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിവ ചേർത്ത് വഴറ്റുക. 1 ടീസ്പൂൺ ഉപ്പുപൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. നന്നായി വഴറ്റുക. അതിനുശേഷം കുടംപുളി പിഴിഞ്ഞ് ഇതുപോലെ നമുക്ക് ചേർക്കാം. ആവശ്യത്തിനുള്ള വെള്ളം നമുക്ക് ചേർക്കാം. ഞാനിവിടെ 1.5 കപ്പ് വെള്ളം കൂടി ചേർത്തിട്ടുണ്ട്. അത് നന്നായി തിളച്ച് വരുമ്പോൾ മുറിച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീനുകൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഒരു 30 മത്തി ഞാനിന്ന് ചേർത്തിട്ടുണ്ട്. പിന്നീട് അത് നന്നായി അടച്ചു വെച്ച് സ്റ്റൗ സിമ്മിലിട്ട് നമുക്ക് ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. ഈ നേരം കൊണ്ട് നമുക്ക് നമ്മുടെ കപ്പ ഒന്ന് വറുത്തിടാം. അതിനായി ഒരു ചട്ടിയിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിൽ കുറച്ച് കടുക് പൊട്ടിച്ച് 3 വറ്റൽ മുളക് മുറിച്ചിടുക. കളർ മാറുമ്പോൾ കരിവേപ്പില ചേർക്കാം. ഇതിലോട്ട് നമുക്ക് വേവിച്ച് വെച്ച കപ്പ ചേർത്ത് കൊടുക്കാം. വറവ് കപ്പയുടെ എല്ലാ ഭാഗത്തും നന്നായി എത്തുന്നതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ രുചിയുള്ള പച്ചക്കപ്പ പുഴുങ്ങി വറുത്തിട്ടതും ചെറിയ മത്തി കുടംപുളി പിഴിഞ്ഞ് മുളകിട്ട് വെച്ചതും റെഡിയായിട്ടുണ്ട്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.